ശക്തി ഒത്തിരി ജോലി എന്ന 6-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് പഠിക്കുന്നത്. തേങ്ങ പൊളിക്കുന്ന പരമുച്ചേട്ടനെ കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തേങ്ങ പൊളിക്കാറില്ലേ? ഓരോ മാസവും ഇതുപോലെ തേങ്ങകൾ കൂട്ടിവെച്ച് പൊളിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെല്ലാമാണ് സാധാരണ തേങ്ങ പൊളിക്കാറുള്ളത്? ഒന്നെങ്കിൽ മഴു ഉപയോഗിച്ച് പൊളിക്കും, വെട്ടുകത്തി ഉപയോഗിച്ചും പൊളിക്കാം, തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ചും പൊളിക്കാറുണ്ട്. ഇവയിൽ ഏതു രീതിയാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ച്, അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? തേങ്ങ പൊളിക്കാൻ എളുപ്പമായിരിക്കും. ജോലി എളുപ്പമായതുകൊണ്ടല്ലേ നാം ആ ഉപകരണം തിരഞ്ഞെടുത്തത്. ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ വീട്ടിലും വേറെയും ചില ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഓരോ ലഘുയന്ത്രങ്ങളും നിരീക്ഷിച്ച് അവ നമുക്ക് എന്ത് ജോലിയാണ് എളുപ്പമാക്കി തരുന്നത് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കൂ. ഒരു പട്ടിക രൂപത്തിൽ വേണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ. ലഘുയന്ത്രങ്ങളുടെ പേര് ഒരു വശത്തും അവ എളുപ്പമാക്കുന്ന ജോലികൾ മറുവശത്തും ഉൾപ്പെടുത്തുന്ന ഒരു പട്ടിക തയ്യാറാക്കൂ. അവയിൽ പേരുകളെല്ലാം എഴുതി അവ എന്ത് ജോലിയാണ് എളുപ്പമാക്കുന്നത് എന്ന് വിശദമായി എഴുതി ചേർക്കൂ. സീസോയിൽ ആടുന്ന കുട്ടികളെ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ സീസോയിൽ വലിയ കുട്ടി നിഷ്പ്രയാസം ചെറിയ കുട്ടിയെ പൊക്കി നിർത്തിയിരിക്കുന്നു. രണ്ടാമത്തെ സീസോയിൽ 2 കുട്ടികൾ തുലനം ചെയ്ത് നിൽക്കുന്നു. അവർ 2 പേരും ഒരേ ഭാരത്തിലാണ്. ഒന്നാമത്തെ സീസോയിലാണെങ്കിൽ വലിയ കുട്ടിക്ക് ഭാരം കൂടുതലും ചെറിയ കുട്ടിക്ക് ഭാരം കുറവുമാണ്. ഇനി മൂന്നാമത്തെ സീസോയിൽ ഒരു ചെറിയ കുട്ടി നിഷ്പ്രയാസം വലിയ കുട്ടിയെ ഉയർത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെയും രണ്ടാമത്തെയും സീസോയിൽ 2 കുട്ടികളും അതിൻ്റെ സീസോയുടെ അറ്റത്താണ് ഇരിക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ ചിത്രത്തിലോ വലിയ കുട്ടി സീസോയുടെ നടുക്കും ചെറിയ കുട്ടി സീസോയുടെ അറ്റത്തുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കുട്ടിയെ നിഷ്പ്രയാസം പൊക്കാൻ ചെറിയ കുട്ടിക്ക് കഴിഞ്ഞത്. വലിയ ഭാരങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ഡുകൾ നാം ഉപയോഗിക്കാറുണ്ട്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ഡിന് കഴിയുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത്. നമുക്ക് ഒരു സീസോ നിർമ്മിച്ചാലോ?
ഒരു ഗോലി കൊണ്ട് 5 ഗോലി ഉയർത്താൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ സാമഗ്രികൾ: വലിയ സ്കെയിൽ, ഒഴിഞ്ഞ 2 തീപ്പെട്ടിക്കൂടുകൾ, 6 ഗോലികൾ, പെൻസിൽ, ഡബിൾ സൈഡ് ഗം ടേപ്പ് എന്നിവ. ചിത്രത്തിൽ കാണുന്നത് പോലെ സീസോ തയ്യാറാക്കുക. ഒരു വശത്തുള്ള തീപ്പെട്ടിയിൽ 1 ഗോലിയും മറുവശത്ത് 5 ഗോലിയും ഇടുക. സ്കെയിൽ ആവശ്യത്തിനനുസരിച്ച് നീക്കി തുലന അവസ്ഥയിൽ നിർത്തുക. സ്കെയിൽ വീണ്ടും നീക്കി 1 ഗോലി കൊണ്ട് 5 ഗോലികൾ ഉയർത്താൻ പറ്റുന്ന വിധം ക്രമീകരിക്കുക. ഇവിടെ സ്കെയിൽ ഒരു ഉത്തോലകമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വലിയ ഭാരത്തെ ചെറിയ ഭാരം കൊണ്ട് ഉയർത്താൻ കഴിഞ്ഞത്. ഇതുതന്നെയാണ് നമ്മുടെ സീസോയിൽ ആടുന്ന കുട്ടികൾക്കും സംഭവിച്ചത്. വലിയ കുട്ടിയെ ചെറിയ കുട്ടിക്ക് ഉയർത്താൻ കഴിഞ്ഞത് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഭാരം ഉയർത്താൻ കഴിഞ്ഞു. അതുപോലെ സ്കെയിൽ നീക്കുന്നതിനനുസരിച്ചാണ് 1 ഗോലി കൊണ്ട് 5 ഗോലിയെ ഉയർത്താൻ കഴിഞ്ഞതും. ഈ പ്രവർത്തനത്തിൻ്റെ പരീക്ഷണക്കുറിപ്പ് ശാസ്ത്രപുസ്തകത്തിൽ എഴുതി ചേർക്കൂ.